ട്രക്കിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്, ഇങ്ങനെ തന്നെ 7 കിലോമീറ്റർ മുകളിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ ഈ തുരിശീന മലയുടെ മുകളിലൊന്നല്ല, ചിലപ്പോൾ എവിടെയെങ്കിലൊക്കെ എത്തും. ഇതിപ്പോ നമ്മൾ ഇത്രയും കയറിയപ്പോ തന്നെ താഴെ എവിടെയോ കാണാം സെന്റ് കാതറിൻ നിൽക്കുന്നത്. അപ്പൊ സെന്റ് കാതറിൻ ഇങ്ങോട്ടുള്ള ദൂരം നമ്മളിങ്ങനെ ഒരു ഏരിയൽ ഡിസ്റ്റൻസ് ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ ഏകദേശം ആ കാണുന്ന മലയുടെ ഹൈറ്റിലൊക്കെ നമ്മൾ എത്തി. ഇനി 7 കിലോമീറ്റർ മേലോട്ട് കയറാന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാലത്ത് 3 മണിക്ക് സൂയസ് നഗരത്തിൽ നിന്ന് പുറപ്പെട്ടതാണ് ഞാനും അബ്ദുൽ മുഹീസും. ഈജിപ്തിൽ എൻ്റെ വഴികാട്ടിയും സഹയാത്രികനുമാണ് അൽ അസർ സർവകലാശാലയിൽ വിദ്യാർത്ഥിയായ മുഹീസ്. തൂരിസീന പർവ്വതം സ്ഥിതി ചെയ്യുന്ന സീനായ് താഴ്വരയിലേക്കാണ് ഞങ്ങളുടെ യാത്ര. അങ്ങോട്ടേക്ക് ഏകദേശം 350 കിലോമീറ്റർ ഇവിടെ നിന്ന് ദൈർഘ്യമുണ്ട്. ചെങ്കടലിനും മധ്യധരണ്യാഴിക്കുമിടയിൽ ഒരു ഉപദ്വീപ് പോലെ കിടക്കുന്ന സീനായ് മരുഭൂമിയുടെ തെക്കേ ഭാഗത്താണ് തൂരിസീന. ഇപ്പോഴത്തെ ആഗോള ഭൗമരാഷ്ട്രീയ ചൂതുകളിയുടെ അംഗപ്പലകയായി മാറിയ ഈ മേഖലയിലൂടെ പരിചയസമ്പന്നനായ ഒരു ഡ്രൈവർക്കൊപ്പം യാത്ര ചെയ്യുന്നതാണ് ബുദ്ധി. ഈ മേഖലയിലെ സാഹചര്യങ്ങൾ നന്നായി അറിയുന്ന ഒരാളാണ് ഈജിപ്തിലെ ഇൻഡേവ് ആപ്പ് വഴി ലഭിച്ച ഞങ്ങളുടെ ഡ്രൈവർ സയ്യിദ്. ഈജിപ്തിന്റെ 2 ഭൂഭാഗങ്ങളെ കൂട്ടിയിണക്കുന്ന സൂയസ് തുരങ്കം മറികടന്ന് പട്ടാളത്തിന്റെ സാന്നിധ്യം ഒരൽപ്പം കൂടുതലുള്ള മേഖലയിലെ ചെക്ക് പോസ്റ്റുകൾ ഒന്നൊന്നായി പിന്നിട്ട് ഏകദേശം 8 മണിയോടെയാണ് ഞങ്ങൾ സെന്റ് കാതറീനിൽ എത്തിയത്. ഈ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും ചെക്ക് പോസ്റ്റുകളുടെയോ പോലീസിന്റെയോ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്താൻ ശ്രമിക്കരുത്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് സൂയസ് തുരങ്കത്തിന്റെ ദൃശ്യങ്ങൾ. നിങ്ങൾ കടന്നുവരുന്ന വാഹനം CCTVയിലൂടെ ഈജിപ്തിന്റെ പട്ടാളം നോക്കിയിരിക്കുന്നുണ്ടാവും. സയ്യിദിന്റെ കാർ സൂയസിൽ രജിസ്റ്റർ ചെയ്തതുകൊണ്ട് ഞങ്ങളെ അവർ കാര്യമായ പരിശോധനകളില്ലാതെ കടത്തിവിട്ടു. പക്ഷെ കെയ്റോവിൽ നിന്നാണ് വരുന്നതെങ്കിൽ വിദേശ സഞ്ചാരികൾക്ക് ഇതത്ര എളുപ്പമല്ല. കടൽ തീരത്ത് നിന്നും തൂരിസീനയിലേക്കുള്ള വഴിതിരിഞ്ഞ് മലകൾക്കിടയിലൂടെയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വല്ലപ്പോഴുമൊക്കെയാണ് ഈ ഭാഗത്ത് ആൾപ്പാർപ്പുള്ള ഗ്രാമങ്ങൾ കണ്ടുകിട്ടുക. തൂരിസീനയുടെ മുകളിലെ സൂര്യോദയം കാണാനാണ് സാധാരണഗതിയിൽ ഇങ്ങോട്ടേക്ക് സഞ്ചാരികൾ കൂടുതലും എത്തുന്നത്. ഈ കാഴ്ച കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 2 മണിയോടെയെങ്കിലും സെന്റ് കാതറീനിൽ എത്തിച്ചേരണം. മലയടിവാരത്തിലുള്ള ഓഫീസിൽ നിന്നും ടിക്കറ്റ് എടുത്ത് ഗൈഡുകളെ ഒപ്പം കൂട്ടി വേണം സെന്റ് കാതറീനിൽ നിന്നും തൂരിസീന മലയുടെ മുകളിലേക്ക് പോകാൻ. ആരെയും ഒറ്റയ്ക്ക് മല കയറാൻ അനുവദിക്കാറില്ല. 600 ഈജിപ്ഷ്യൻ പൗണ്ട്, അതായത് ഏകദേശം 1000 ഇന്ത്യൻ രൂപയാണ് ഒരു ഗൈഡിന്റെ നിരക്ക്. ഒരു ഗ്രൂപ്പിന് ഒരാൾ മതി. ലോക ജനസംഖ്യയുടെ 55% വരുന്ന ക്രിസ്ത്യൻ മുസ്ലിം സമൂഹങ്ങളും നാമമാത്രമായ ജനസംഖ്യയാണെങ്കിൽ കൂടി യഹൂദരും പരമപവിത്രമായി കണക്കാക്കുന്ന ഒരു ചരിത്ര സംഭവം നടന്ന സ്ഥലമാണ് തൂരിസീന മല. അതിന്റെ അടിവാരത്തിൽ മോസസ് കണ്ട ജലിക്കുന്ന വൃക്ഷമുണ്ടായിരുന്നത് നിലവിൽ സെന്റ് കാതറീൻ മഠം എന്നറിയപ്പെടുന്ന കെട്ടിട സമുച്ചയത്തിനകത്താണ്. പ്രവാചകനായ മോസസ് എന്ന മൂസാ നബിക്ക് ദൈവദർശനമുണ്ടായത് തൂരിസീന മലയുടെ മുകളിൽ ജബലുത്തജലിയിലായിരുന്നു. അവിടെ അദ്ദേഹം ധ്യാനമിരുന്ന ഗുഹയോട് ചേർന്ന് ഒരു മസ്ജിദും തൊട്ടടുത്തു തന്നെ ഹോളി ട്രിനിറ്റിയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു ചർച്ചുമുണ്ട്. സെമറ്റിക് വേദഗ്രന്ഥങ്ങൾ വിശദമായി പ്രതിപാദിക്കുന്ന ആ ആത്മീയ അനുഭവത്തിന്റെ ഓർമ്മ പുതുക്കാനാണ് ഏറ്റവും കൂടുതൽ പേർ തൂരിസീന മലയുടെ മുകളിലേക്ക് കയറുന്നത്. മിലിറ്ററി ചെക്ക് പോസ്റ്റിൽ നിന്നും സെന്റ് കാതറീൻ വരെ നടന്നു ചെല്ലുക അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഭാര്യാപിതാവായ ഷുഐബ് നബി നിശ്ചയിച്ച മഹർ കാലാവധി പൂർത്തിയാക്കി ഇന്നത്തെ സൗദി അതിർത്തിയിലുള്ള മദ്യനിൽ നിന്നും ഈജിപ്തിലേക്ക് ഭാര്യയും കൂട്ടി യാത്ര പുറപ്പെട്ട മൂസാ നബി മരുഭൂമിയിലൂടെ യാത്രക്കിടയിൽ രാത്രിയിലാണ് സെന്റ് കാതറീനിൽ എത്തുന്നത്. ദൂരത്തെവിടെയോ ജ്വലിക്കുന്ന ഒരു മരം കണ്ട് മനുഷ്യരാരെങ്കിലും അതിന്റെ പരിസരത്ത് താമസിക്കുന്നുണ്ടാവുമെന്നും തനിക്കെന്തെങ്കിലും സഹായം കിട്ടുമെന്നും ഭാര്യയോട് പറഞ്ഞാണ് മൂസ ആ വെളിച്ചത്തിന്റെ നേർക്ക് നടന്നെടുത്തത്. സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവാണ് നിന്നോട് സംസാരിക്കുന്നത് എന്ന അശരീരിയാണ് ഈ വെളിച്ചത്തിനടുത്തെത്തിയ മൂസ കേൾക്കുന്നത്. പിന്നീട് ഒരു അവസരത്തിലാണ് മൂസ വീണ്ടും ഒരിക്കൽ കൂടി മലയുടെ മുകളിലേക്ക് പോയത്. സെന്റ് കാതറീനകത്തെ മ്യൂസിയത്തിൽ ഈ സംഭവം ആഖ്യാനം ചെയ്യുന്ന 6-ാം നൂറ്റാണ്ടിൽ തയ്യാറാക്കിയ ചുവർച്ചിത്രങ്ങൾ ഇപ്പോഴുമുണ്ട്. ഇവിടുത്തെ ലൈബ്രറിയിലാണ് ലോകത്തെ ഏറ്റവും വലിയ 2ാമത്തെ ബൈബിൾ ശേഖരമുള്ളത്. ഞങ്ങൾ പോയത് ഞായറാഴ്ച ആയതുകൊണ്ട് ദൗർഭാഗ്യവശാൽ മഠത്തിനകത്തേക്ക് കയറാൻ കഴിഞ്ഞില്ല. ഈജിപ്ഷ്യൻ ക്രിസ്ത്യാനികളും അറബികളും തമ്മിലുള്ള ഉദാത്തമായ സൗഹൃദത്തിന്റെ കഥ പറയുന്ന പട്ടണം കൂടിയാണ് സെന്റ് കാതറീൻ. ഈ ഭാഗത്തുള്ള മഹാഭൂരിപക്ഷം അറബികളും ഇസ്ലാം മതം പിൻപറ്റുന്നവരാണെങ്കിലും മഠത്തിന്റെ അധിപന്മാരുമായി വളരെ നല്ല രീതിയിലാണ് അവർ സഹവർത്തിക്കുന്നത്. സെന്റ് കാതറീൻ മഠത്തിന്റെ പുറമതിലിനോട് ചേർന്ന് മുസല്ലയിട്ട് നമസ്കരിക്കുന്ന ഒരു ബദവി ഗ്രാമീണന്റെ ദൃശ്യമാണ് ഈ കാണുന്നത്. സെന്റ് കാതറീനിലെ സന്യാസി മുഖ്യന്മാരും ഗ്രാമത്തിലെ അറബി ബന്ധുക്കളും ആഴ്ചയിലൊരിക്കൽ ഒന്നിച്ചിരുന്ന് റൊട്ടി പങ്കുവെക്കുന്ന ചടങ്ങുണ്ട്.
അതിൽ വലിയ ഓഹരി നൽകാറുള്ളത് ബന്ധുക്കൾക്കാണ്. ഈ കെട്ടിട സമുച്ചയത്തെ ആഗോള പൈതൃക സമ്പത്തായി യുനെസ്കോ അംഗീകരിച്ചിട്ടുണ്ട്. ഈ താഴ്വരയിലെ ബദവി ഗോത്രത്തിൽ നിന്നുള്ളയാളാണ് ഞങ്ങളുടെ ഗൈഡായി ഒപ്പമുള്ള മുഹമ്മദ്. ആദ്യത്തെ 4.5 കിലോമീറ്റർ ദൂരം നല്ല കയറ്റമാണെങ്കിലും അതത്ര കുത്തനെയുള്ള ഒന്നല്ല. ഇതുവഴിയെ ഒട്ടകങ്ങളും കുതിരകളും മറ്റും സഞ്ചാരികളെ മുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ആളൊന്നുക്ക് 600 പൗണ്ടാണ് അതിൻ്റെയും കൂലി. 10 കമാൻഡ്മെന്റ്സ് എന്നറിയപ്പെടുന്ന 10 കൽപ്പനകൾ, അതായത് തൗറാത്ത് എന്ന വിശുദ്ധ ഗ്രന്ഥം മൂസാ പ്രവാചകൻ ഏറ്റുവാങ്ങിയ തൂരിസീന മലയുടെ ഉച്ചിയിലേക്ക് ഈ 4.5 കിലോമീറ്റർ പിന്നിട്ടതിനു ശേഷം പിന്നെയും 1.5 കിലോമീറ്റർ കുത്തനെയുള്ള പടവുകൾ കയറണം. യാത്രയിലെ ഏറ്റവും ദുർഘടമായ ഘട്ടമാണിത്. ട്രക്കിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്, ഇങ്ങനെ തന്നെ 7 കിലോമീറ്റർ മുകളിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ ഈ തൂരിസീന മലയുടെ മുകളിലൊന്നല്ല, ചിലപ്പം വേറെവിടെങ്കിലൊക്കെ എത്തും. ഇതിപ്പോൾ നമ്മൾ ഇത്രയും കയറിയപ്പോൾ തന്നെ താഴെ എവിടെയോ കാണാം സെൻറ്റ് കാതറിൻ നിൽക്കുന്നത്. അപ്പോൾ സെൻറ്റ് കാതറിൻ ഇങ്ങോട്ടുള്ള ദൂരം നമ്മളിങ്ങനെ ഒരു ഏരിയൽ ഡിസ്റ്റൻസ് ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ ഏകദേശം ആ കാണുന്ന മലയുടെ ഹൈറ്റിലൊക്കെ നമ്മൾ എത്തി. ഇനി 7 കിലോമീറ്റർ മേലോട്ട് കയറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിയിൽ ഓരോ കിലോമീറ്റർ പിന്നിടുമ്പോഴും വെള്ളവും ജ്യൂസും മറ്റും വിൽക്കുന്ന തട്ടുകടകളുണ്ട്. പക്ഷേ ടൗണുകളിലെ സൂപ്പർ മാർക്കറ്റുകളിൽ 6 പൗണ്ടിന് കിട്ടുന്ന ഒരു കുപ്പി വെള്ളത്തിന് 50 പൗണ്ടാണ് മലമുകളിലെ വില. തൂരിസീന കാണാൻ പോകുമ്പോൾ ആവശ്യത്തിന് കുടിവെള്ളവും ലഘുഭക്ഷണവും മറ്റും കയ്യിൽ കരുതുന്നതാണ് ബുദ്ധി. ഒരു ഒട്ടകക്കാരൻ അല്പസമയം ഞങ്ങളെ അയാൾക്ക് കിട്ടുമോ എന്നറിയാൻ കൂടെ നടന്നു വന്നു. മുകളിലേക്ക് കയറുക വലിയ ബുദ്ധിമുട്ടാണെന്നും വഴി അങ്ങേയറ്റം ദുർഘടമാണെന്നുമൊക്കെയാണ് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒട്ടകങ്ങളുടെ പുറത്തിരുന്നുള്ള സഞ്ചാരം കാണുന്നത് പോലെ അത്ര ലളിതമൊന്നുമല്ല. നടന്നു കയറുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് കുലുങ്ങിയാടിയുള്ള ഈ യാത്ര. സ്വന്തം ഇടുപ്പല്ലിന്റെ ബലത്തിൽ ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിക്കാമെന്ന് മാത്രം. ചില മുൻ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് ആ യാത്ര ഞാൻ വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്തത്. ശരാശരി വേഗതയിൽ നടന്നാൽ 3 മുതൽ 4 മണിക്കൂർ വരെ സമയം കൊണ്ട് മലയുടെ ഉച്ചിയിലെത്താനാവും. വഴിയിൽ വിശ്രമിച്ചും ഫോട്ടോകൾ എടുത്തുമൊക്കെയാണ് കയറുന്നതെങ്കിൽ ഒരു ദിവസം പൂർണ്ണമായി ഇങ്ങോട്ടേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. ലോക ജനസംഖ്യയുടെ 55% വരുന്ന ക്രിസ്ത്യൻ മുസ്ലിം സമൂഹങ്ങളും നാമമാത്രമായ ജനസംഖ്യയാണെങ്കിൽ കൂടി യഹൂദരും പരമപവിത്രമായി കണക്കാക്കുന്ന ചരിത്ര സംഭവമാണ് പ്രവാചകനായ മോസസ് എന്ന മൂസാ നബിയുടെ തൂരിസീന മലയിലെ ധ്യാനം. അദ്ദേഹം ധ്യാനമിരുന്ന ഗുഹയുടെ മുകളിൽ ഒരു മസ്ജിദും തൊട്ടടുത്തു തന്നെ ഒരു ചർച്ചുമുണ്ട്. സെമറ്റിക് മതങ്ങൾ വിശദമായി പ്രതിപാദിക്കുന്ന ആ ആത്മീയാനുഭവത്തിന്റെ ഓർമ്മ പുതുക്കാനും നിരവധി പേർ തൂരിസീന മലയുടെ മുകളിലേക്ക് കയറുന്നുണ്ട്. തൂരിസീന പർവ്വതത്തിൻ്റെ ട്രക്കിങ്ങിൻ്റെ ഒരു വലിയൊരു ഭാഗവും നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ഇനി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ധ്യാനമിരുന്ന ആ സ്ഥലത്തേക്ക് ഇനി നമുക്ക് ഒരു 750ഓളം വരുന്ന പടവുകൾ കയറാനുണ്ട്. ഇവിടെ നിന്നാണ് ആ പടവുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. തൂരിസീന മലമുകളിൽ, അതായത് ജബലു തജല്ലിയിലാണ് മൂസാ നബി 10 കൽപ്പനകൾ ഏറ്റുവാങ്ങിയതെന്നും അതല്ല ഈ സംഭവവും സെയിന്റ് കാതറിൻ സ്ഥിതി ചെയ്യുന്ന അതേ മലയിലാണെന്നും അഭിപ്രായമുള്ളവരുണ്ട്. ചർച്ചിൽ നിന്നും നോക്കിയാൽ കാണാവുന്ന നിരവധി പർവ്വതങ്ങളിലൊന്നാണ് തൂരിസീന. അതിന്റെ ഒരു ഭാഗമാണ് ജബലു തജല്ലി. മൂസാ നബി 40 ദിവസമാണ് മലമുകളിലുള്ള ഗുഹയിൽ ധ്യാനനിരതനായി ഇരുന്നത്. 10 കൽപ്പനകൾ അവതീർണമായതിനു ശേഷം തനിക്ക് ദൈവത്തെ നേരിൽ കാണണമെന്ന ആഗ്രഹം മൂസാ നബി പ്രകടിപ്പിക്കുന്നുണ്ട്. അള്ളാഹു അതിനെ നിരുത്സാഹപ്പെടുത്തിയതായും വിശുദ്ധ ഖുർആനിലുണ്ട്. ഇസ്ലാം, ക്രൈസ്തവ, യഹൂദ മതങ്ങളിൽ എല്ലാം ഒരുപോലെ പരാമർശിക്കപ്പെടുന്ന ഒരു പ്രവാചകനാണ് മോസസ് എന്ന മൂസാ നബി. ഇപ്പോൾ മൂസാ നബിയുടെ പേര് ഖുർആനിൽ ഏറ്റവും അധികം തവണ പരാമർശിക്കപ്പെട്ട പ്രവാചകൻ്റെതാണ്. മുഹമ്മദ് നബിയുടെ പേരിൽ വളരെ ചുരുങ്ങിയ, അതായത് 5 തവണ മാത്രമേ വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുള്ളൂ. അപ്പോൾ തൂരിസീന പർവ്വതത്തിൽ അദ്ദേഹം സുദീർഘമായ ധ്യാനത്തിനൊടുവിൽ അള്ളാഹുവുമായി നേരിട്ട് സംസാരിച്ചു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഈ സംസാരത്തിനൊടുവിൽ മൂസാ നബി അള്ളാഹുവിൻ്റെ മുമ്പാകെ ഒരു ആഗ്രഹം വെക്കുകയാണ്, എനിക്ക് നിന്നെ ഒന്ന് കാണണം. അപ്പോൾ അള്ളാഹു പറയുന്നുണ്ട്, നിനക്ക് എന്നല്ല ഭൂമിയിൽ ഒന്നിനും തന്നെ എൻ്റെ പ്രകാശം താങ്ങാനുള്ള കഴിവില്ല. അപ്പോൾ മൂസാ നബി ആവശ്യം ആവർത്തിച്ചപ്പോൾ അള്ളാഹു അവൻ്റെ പ്രകാശത്തിൻ്റെ വളരെ ചെറിയ ഒരു അംശത്തെ ഭൂമിയിലേക്ക് അയച്ചു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ആ പ്രകാശം വന്ന് പതിച്ച മലയാണ് എനിക്ക് പുറകിൽ കാണുന്ന മുകളിലൊരിപ്പോൾ ഒരു കനീസ നിലനിൽക്കുന്ന ആ ചെറിയ മല. അത് നേരത്തെ ഒരു വലിയ മലയായിരുന്നു. അള്ളാഹുവിൻ്റെ പ്രകാശം അതിന് താങ്ങാൻ കഴിയാതെ അത് കത്തിപ്പോവാണ് ആ മല ഉണ്ടായതെന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ ആ കത്തിയതിൻ്റെ ഒരു സാമ്പിൾ, അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ മറ്റു മലകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ചാരനിറത്തിലാണ് ആ മല ഇപ്പോഴും ഉള്ളത്. ഇത് തൂരിസീന പർവ്വതത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത്, ഏകദേശം നമ്മളൊരു 3 കിലോമീറ്റർ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് കാണാൻ കഴിയുന്ന ഒരു ദൃശ്യമാണിത്.
മലയുടെ മുകൾ ഭാഗത്ത് ഒരു ചർച്ചും അതിനോട് ചേർന്ന് മൂസാ നബി ധ്യാനമിരുന്നതെന്ന് കരുതുന്ന ഒരു ഗുഹയുമാണ് പ്രധാനമായും കാണാനുള്ളത്. സെമറ്റിക് മതങ്ങളുടെ വിശ്വാസമനുസരിച്ച് ദൈവം മനുഷ്യനോട് നേരിട്ട് സംസാരിച്ച പർവ്വതമാണിത്. ഈ അവസരത്തിൽ മോസസിന് കൊടുത്ത 10 കൽപ്പനകളുടെ ഏടുകൾ ഒരു പെട്ടിയിൽ അടക്കം ചെയ്ത നിലയിൽ ഭൂമിയിൽ എവിടെയോ ഇപ്പോഴും ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഉടമ്പടിയുടെ പേടകം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. 10 കൽപ്പനകളുടെ ഏടുകളോടൊപ്പം ഹാറൂന്റെ വടിയും മന്ന എന്ന ഭക്ഷണവും മറ്റും ഈ പേടകത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം. മനുഷ്യന് സന്മാർഗദർശനമായി ദൈവം നൽകിയ കൽപ്പനകളാണ് അകത്തുള്ളതെങ്കിലും പേടകം തുറക്കുന്നവന് മരണം സംഭവിക്കുമെന്ന് ഇസ്രായേലർ വിശ്വസിച്ചു. ദൈവകൽപ്പന പ്രകാരം മൂസാ നബി പണിയിച്ച മരത്തിൽ നിർമ്മിച്ച് സ്വർണം കൊണ്ട് പൊതിഞ്ഞ ഈ പേടകം സൂക്ഷിച്ച സ്ഥലത്തേക്ക് അദ്ദേഹത്തിന്റെ സഹോദരനായ ഹാറൂന് മാത്രമായിരുന്നു വർഷത്തിലൊരിക്കൽ കടന്നു ചെല്ലാനുണ്ടായിരുന്ന അവകാശം. എന്നിട്ടും സാക്ഷ്യപേടകം കൈക്കലാക്കാൻ ജെറൂസലമിന് നേർക്ക് നിരവധി ആക്രമണങ്ങൾ നടന്നു. ഏറ്റവും ഒടുവിൽ നെബൂഖദ്നേസർ എന്ന ബാബിലോണിയൻ ചക്രവർത്തി ജെറൂസലമിന് നേർക്ക് പടനയിച്ചെത്തിയപ്പോൾ ഇരമ്യ പ്രവാചകൻ ഈ പേടകം എടുത്തുകൊണ്ടുപോയി നബാ പർവ്വതത്തിലെ ഗുഹയിൽ ഒളിപ്പിച്ചുവെന്നാണ് യഹൂദർ വിശ്വസിക്കുന്നത്. ഈ ഗുഹ എവിടെയെന്ന് ആരും അന്വേഷിച്ച് ചെല്ലരുതെന്നും അന്ത്യനാൾ അടുക്കുമ്പോൾ ഭൂമിയിലെത്തുന്ന ദാവീദിന്റെ പരമ്പരയിലുള്ള ഒരു രാജാവ് ഉടമ്പടിയുടെ പേടകം വീണ്ടെടുക്കുമെന്നും ബൈബിളിലുണ്ട്. ബൈബിളിൽ 200 തവണയാണ് ഈ പെട്ടകത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാനാവുക. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലെ 248 സൂക്തത്തിൽ പെട്ടകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ബൈബിളിൽ പറയുന്നത് പ്രകാരം ശൗലിന്, അതായത് ഖുർആന്റെ ഭാഷയിൽ താലൂത്തിന് അള്ളാഹു രാജാവായി നിശ്ചയിച്ചതെന്ന് പ്രവാചകൻ ഇസ്രായേലരെ അറിയിക്കുന്നതാണ് സന്ദർഭം. ബൈബിൾ പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിന്റെ പേർ സാമുവൽ എന്നാണെങ്കിലും ഈ പ്രവാചകന്റെ നാമം എന്തെന്ന് ഖുർആൻ വ്യക്തമാക്കിയിട്ടില്ല. നഷ്ടപ്പെട്ട പെട്ടകവും മൂസാ കുടുംബത്തിന്റെ ശേഷിപ്പുകളും ഈ പ്രവാചകൻ തിരികെ കൊണ്ടുവരുമെന്നാണ് താലൂത്തിന്റെ യോഗ്യതയായി അറിയിക്കുന്നത്. ഇസ്രായേലികളുമായി നടന്ന ഏതോ യുദ്ധത്തിൽ ബഹുദൈവ വിശ്വാസികളായ ഫിലിസ്തീകൾ ഈ പെട്ടകം കൈയടക്കിയിരുന്നു. എന്നാൽ അത് കൊണ്ടുപോയതിനു ശേഷം അവരുടെ നാടുകളിൽ കോളറ പടരുകയും അവർ പെട്ടകത്തെ കാളവണ്ടിയിൽ വെച്ച് നഗരത്തിന് പുറത്തേക്ക് ഉന്തിവിടുകയും ചെയ്തുവെന്നാണ് ബൈബിളിലുള്ളത്. ഇതേ സംഭവത്തെയാണ് പശുക്കൾക്ക് പകരം മലക്കുകൾ ഈ പേടകം വഹിച്ചുവെന്ന് ഖുർആൻ വ്യക്തമാക്കിയത്. താലൂത്തിന്റെ സൈന്യത്തെ ഫിലിസ്തീകളുടെ സൈന്യം നേരിടാൻ വന്ന കഥ 2 വേദഗ്രന്ഥങ്ങളിലും പരാമർശിക്കുന്നുണ്ട്. ഫിലിസ്തീകളിലെ മല്ലനായിരുന്നു ജാലൂത്ത് എന്ന ഗോലിയാത്ത്. യുവാവായ ദാവൂദ് ഗോലിയാത്തിനെ കവണ കൊണ്ടെറിഞ്ഞ് കൊല്ലുകയും ഫിലിസ്തീകൾ പിടിച്ചടക്കിയ ജെറുസലം വീണ്ടും ഇസ്രായേലിയരുടെ അധീനത്തിലാവുകയും ചെയ്തു. ദാവൂദ് ഈ പെട്ടകം വീണ്ടെടുക്കുകയും നഗരത്തിലേക്ക് വലിയ ആഘോഷത്തോടെ കൊണ്ടുവന്ന് ഒരു കൂടാരത്തിൽ സൂക്ഷിക്കുകയും ചെയ്തു. പിന്നീട് സോളമന്റെ കാലത്ത് പെട്ടകത്തെ കൂടാരത്തിൽ നിന്നും പുറത്തേക്കെടുത്ത് അതിവിശുദ്ധമായ സ്ഥലത്തേക്ക് മാറ്റിയെന്നും ഈ ചടങ്ങിൽ സോളമൻ നൃത്തം ചവിട്ടിയെന്നുമാണ് ബൈബിളിലുള്ളത്. ഉടമ്പടിയുടെ പേടകം സൂക്ഷിച്ച ഈ രഹസ്യസ്ഥാനം കണ്ടെത്തിയതായി പിൽക്കാലത്ത് പലരും അവകാശവാദം ഉന്നയിച്ചു. അമേരിക്കയിൽ ന്യൂയോർക്കിലെ മ്യൂസിയത്തിൽ ഉണ്ടെന്ന് പറയുന്ന ആർക്ക് ഓഫ് കോവിനന്റ് എന്ന സാക്ഷ്യപ്പെട്ടകത്തിലെ ശിലാലിഖിതങ്ങൾ അതാണെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. ന്യൂയോർക്ക് മ്യൂസിയത്തിലെ ഏടുകൾ ഒരു ജൂത പുരോഹിതൻ വിറ്റതാണെന്നും അദ്ദേഹത്തിനത് നബാമലയിലെ ഗുഹയിൽ നിന്നും കിട്ടിയതാണെന്നുമൊക്കെ പറയപ്പെടുന്നുണ്ട്. എത്യോപ്യയിൽ ഓർത്തഡോക്സ് സഭയുടെ ആസ്ഥാനത്തുള്ള ചർച്ചിന്റെ തറക്കു കീഴെ ഭൂമിയിൽ കുഴിച്ചിട്ട നിലയിലാണ് യഥാർത്ഥ പേടകമെന്നും അതല്ല സിംബാബ്വേയിലെ ലംബ ഗോത്രക്കാരുടെ ദുംഗെ പർവ്വതത്തിലാണ് പെട്ടകമുള്ളതെന്നുമൊക്കെ വേറെയും കഥകൾ നിലനിൽക്കുന്നുണ്ട്. ആ ചരിത്രങ്ങളുടെ എല്ലാം തുടക്കം ഈ ജബലു തജല്ലിയിൽ നിന്നാണ്. അതികഠിനമായ ട്രെക്കിങ്ങിനൊടുവിൽ ഈ മലയുടെ മുകളിലേക്ക് കയറിയെത്തുമ്പോൾ സീനായ് താഴ്വരെ മുഴുവനും നോക്കിക്കാണാനാവുന്ന അത്രയും ഉയരത്തിലാണ് നിങ്ങൾ നിൽക്കുന്നുണ്ടാവുക. മാനവികതയുടെ ചരിത്രത്തിലെ നിർണായകമായ ഏടുകളിലൊന്നിന്റെ ഓർമ്മക്കായി പണികഴിപ്പിക്കപ്പെട്ട ഒരു മസ്ജിദും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ചർച്ചുമാണ് ഇപ്പോഴിവിടെയുള്ളത്. ചർച്ച് വല്ലപ്പോഴുമേ തുറക്കാറുള്ളൂ. മസ്ജിദ് തുറക്കാറുണ്ടെങ്കിലും കഷ്ടിച്ച് 30 ആളുകൾക്ക് നിൽക്കാനുള്ള ഇടമേ അതിനകത്തുള്ളൂ. താരതമ്യേന വലുതാണ് ട്രിനിറ്റി ചർച്ച്. തൂരിസിന മലയുടെ മുകളിലേക്ക് സൂര്യോദയം കാണാനായി എത്തുന്നവർക്ക് തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ പുതപ്പ് വാടകയ്ക്ക് കൊടുക്കുന്നവരാണ് ഈ പരിസരം മുഴുവൻ കൈയടക്കി വെച്ചിട്ടുള്ളത്. എങ്കിൽ പോലും ത്രസിപ്പിക്കുന്ന ഒരു ചരിത്രത്തിന്റെ ഓർമ്മയാണ് നിങ്ങളെ വന്നു പൊതിയുക. ഇസ്ലാമിൻ്റെയും ക്രിസ്തുമതത്തിൻ്റെയും ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ യഹൂദ മതത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാലും പ്രവാചകനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനുള്ള പ്രാധാന്യം ഈ മതങ്ങളെല്ലാം തന്നെ ഒരുപോലെ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ തൂരിസിന പർവ്വതത്തിൻ്റെ മുകളിലേക്ക് ഏകദേശം ഒരു 4.5 കിലോമീറ്റർ കയറി മുകളിലെത്തി. അത് തന്നെ അതികഠിനമായ ഒരു 750 പടവുകൾ കുത്തനെ കയറി മുകളിലെത്തുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, വളരെ തൊട്ടടുത്ത് ഈ കുന്നിൻ്റെ ഉച്ചിയിൽ ഒരു ചർച്ചും ഒരു മസ്ജിദും സ്ഥിതി ചെയ്യുന്നതാണ്. തൂരിസിന മലയുടെ മുകളിൽ പ്രവാചകനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, അതായത് ക്രൈസ്തവ യഹൂദ മതങ്ങൾ മോസസ് എന്ന് വിശേഷിപ്പിക്കുന്ന പ്രവാചകൻ ധ്യാനമിരുന്ന
ആ ഗുഹയുടെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഗുഹയാണ് ഈ കാണുന്ന ഈ ഒരു ഇരുമ്പിൻ്റെ വേലി കെട്ടി തിരിച്ചിട്ടുള്ള ആ ഭാഗം. അതിന് താഴെയാണ് ആ ഗുഹയുള്ളത്. അതിനോട് ചേർന്നൊരു മസ്ജിദ് ഉണ്ട്, തൊട്ട് പിറകിലൊരു ചർച്ചുണ്ട്. ഇവിടെ ഇല്ലാത്തത് ഒരു പക്ഷേ യഹൂദ മതത്തിൻ്റെ ആരാധനാലയമായ ഒരു സിനഗോഗ് മാത്രമായിരിക്കും. ഈ 3 മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തെ, അവരുടെ പാരമ്പര്യത്തെ ചേർത്ത് നിർത്തുന്ന ഒരു പ്രവാചകൻ്റെ അദ്ദേഹം ധ്യാനമിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹം ദൈവവുമായി സംസാരിച്ചു എന്നൊക്കെ ഈ 3 മതങ്ങളും ഒരുപോലെ വിശ്വസിക്കുന്ന ഈ തൂരിസീനയുടെ മലയുടെ മുകളിൽ നിന്ന് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 200-300 കിലോമീറ്റർ അപ്പുറത്തേക്ക് വരെയൊക്കെ കാഴ്ച പോകുന്നുണ്ടെങ്കിൽ നമുക്ക് പലസ്തീൻ കാണാൻ കഴിയും. ആ പലസ്തീനിലാണ് ഈ ചരിത്രവും പാരമ്പര്യവും ഒക്കെ മറന്നുകൊണ്ട് യഹൂദ മതവിശ്വാസികളും മുസ്ലിങ്ങളും തമ്മിൽ, അങ്ങനെ പറയാൻ കഴിയില്ലെങ്കിൽ പോലും സിയോണിസ്റ്റുകളും മുസ്ലിങ്ങളും തമ്മിലുള്ള വളരെ ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട യുദ്ധങ്ങളിലൊന്നിപ്പോൾ താൽക്കാലികമായി വെടിനിർത്തലിലൂടെ സമാപിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് യോജിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഈ 3 മതങ്ങൾക്കും ഒരുമിച്ച് പോകാൻ കഴിയുന്ന ഒട്ടേറെ സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരിടം കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ തൂരിസീന മല. പ്രവാചകനായ മൂസായെ പോലെ അദ്ദേഹത്തിന്റെ സഹോദരനായ ഹാറൂൻ നബിയുടെ ചരിത്രത്തിനും തൂരിസീനയുമായി ബന്ധമുണ്ട്. ഹാറൂൻ നബിയുടെ മക്ബറ സെന്റ് കാതറീനിൽ നിന്നും ഏറെയൊന്നും അകലത്തിലല്ല. മലമുകളിൽ മൂസാ നബി ധ്യാനത്തിലിരുന്ന ആഴ്ചകളിൽ ഹാറൂൻ നബിയായിരുന്നു ഇസ്രായേലരുടെ നേതാവ്. അദ്ദേഹത്തെ പക്ഷെ ഇസ്രായേലർ അനുസരിച്ചില്ല. ദൈവത്തിന് പകരം ഒരു പശുക്കുട്ടിയുടെ പ്രതിമയുണ്ടാക്കി ഇസ്രായേലർ അതിനെ ആരാധിക്കാൻ തുടങ്ങി. ഈ ഗോപൂജയ്ക്ക് നേതൃത്വം നൽകിയ പുരോഹിതനായിരുന്ന സാമിരി നിർമ്മിച്ചതെന്ന് കരുതുന്ന പശുക്കുട്ടിയുടെ രൂപം മലയിൽ പതിഞ്ഞത് ഇപ്പോഴും കാണാനുണ്ട്. ഈജിപ്ഷ്യൻ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഗോപൂജ ഇസ്രായേലർ പകർത്തുകയാണ് ചെയ്തത്. സെൻട്രൽ ഏഷ്യയിലൂടെ പിൽക്കാലത്ത് പലായനം ചെയ്ത് ഇന്ത്യയിലെത്തിപ്പെട്ട ആര്യന്മാരുടെ ചരിത്രം ഈജിപ്തിലേക്കാണ് നീണ്ടുകിടക്കുന്നതെന്ന് അഭിപ്രായമുള്ളവരുമുണ്ട്. ഹാറൂൻ നബിയുടെ മക്ബറയ്ക്കും സെന്റ് കാതറീൻ മഠത്തിനുമിടയിൽ നോക്കിയാൽ കാണുന്ന അകലമേയുള്ളൂ. ഈ മക്ബറയോട് ചേർന്നും ഒരു ചർച്ച് സ്ഥിതി ചെയ്യുന്നുണ്ട്. ബൈബിളിൽ ആരോൻ എന്ന് വിളിച്ച ഈ പ്രവാചകനും മൂസാ നബിയെ പോലെ സെമറ്റിക് മതങ്ങൾ 3 ബഹുമാനിക്കുന്ന ദേവദൂതരിൽ ഒരാളാണ്. തൂരിസീന പർവ്വതം ഈജിപ്തിലെ സുപ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായി ഇന്ന് മാറിക്കഴിഞ്ഞു. കേരളത്തിൽ നിന്നടക്കം ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് ഓരോ വർഷവും ഇവിടെ എത്തുന്നത്. പക്ഷെ മിക്ക യാത്രാ സംഘങ്ങളും സെയിന്റ് കാതറീനിലെ മലയടിവാരത്തിൽ നിന്ന് തൂരിസീന പർവ്വതത്തെ നോക്കിക്കണ്ട് മടങ്ങുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ സന്ദർശനത്തിന്റെ മുഴുവൻ ത്രില്ലും അനുഭവിക്കണമെങ്കിൽ തൂരിസീന മല കയറുക തന്നെ വേണം. മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേർണിസ്റ്റ് യാത്രകളുടെ മുൻലക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്കെത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.